വേഴാമ്പലച്ഛന്റെ സമ്മാനം. പണ്ട് പണ്ട് വലിയ മരങ്ങൾ നിറഞ്ഞൊരു കാട്ടില് വേഴാമ്പലച്ഛനും വേഴാമ്പലമ്മയും താമസിച്ചിരുന്നു. അവർക്ക് താമസിക്കാൻ വലിയൊരു മരപ്പൊത്തില് മനോഹരമായ ഒരു കൂടും ഉണ്ടായിരുന്നു. ഒരിക്കൽ വേഴാമ്പലമ്മ പറഞ്ഞു, നമ്മുടെ കുഞ്ഞുവാവ ഉടനെ വരും. എനിക്ക് കൂടിനുള്ളിലിരുന്ന് അവരെ നോക്കണം. പുറത്തുനിന്ന് ആരും വരാതെ വേഴാമ്പലച്ഛൻ കാവല് നിൽക്കണേ. അങ്ങനെ അമ്മ കൂടിനുള്ളിൽ കയറിയിരുന്നു. അച്ഛൻ വേഴാമ്പൽ എന്തു ചെയ്തുന്നോ, നല്ല മിടുക്കനായി മണ്ണും ചളിയും ഒക്കെ ഉപയോഗിച്ച് കൂടിന്റെ വാതിൽ അടച്ചു. എന്തിനാന്നോ, പാമ്പും കാട്ടുപൂച്ചയും ഒന്നും അകത്ത് കയറാതിരിക്കാൻ. ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഒരു ചെറിയ ദ്വാരം മാത്രം ബാക്കി വെച്ചു. ഒരു ദിവസം വേഴാമ്പലച്ഛൻ ദൂരെയുള്ള മരങ്ങളിലേക്ക് പറന്നുപോയി നല്ല ചുവന്ന പഴങ്ങളും മധുരമുള്ള നെല്ലിക്കകളൊക്കെ ശേഖരിച്ചു. തിരികെ വന്നിട്ട് ആ ചെറിയ ദ്വാരത്തിലൂടെ അമ്മയ്ക്ക് കൊടുത്തു. ഒരു ദിവസം അച്ഛൻ ഒരു വലിയ മാമ്പഴം കണ്ടുപിടിച്ചു. അത് കൊത്തിയെടുക്കാൻ നോക്കിയപ്പോഴേ അപ്പുറത്തെ മരത്തിലിരുന്ന കുരങ്ങൻ ചോദിക്കാ, ഈ മാമ്പഴം നിനക്ക് ഒറ്റയ്ക്ക് തിന്നാലെന്താ? എന്തിനാ ഇത്ര കഷ്ടപ്പെട്ടു കൊണ്ടുപോകുന്നേ? അപ്പോൾ അച്ഛൻ വേഴാമ്പൽ പറഞ്ഞു, ഇല്ലില്ല, ഇതെന്റെ കൂട്ടുകാരി പക്ഷിക്കും കുഞ്ഞുങ്ങൾക്കും ഉള്ളതാണ്. അവരവിടെ വിശന്നിരിക്കാം. അവർക്ക് വേണ്ടിയുള്ളത് എനിക്ക് തനിയെ തിന്നാൻ കഴിയില്ല. അച്ഛൻ ആ വലിയ മാമ്പഴവുമായി പാറിപ്പറന്ന് കൂടിന്റെ അടുത്തെത്തി. അപ്പൊ കൂടിനുള്ളിൽ നിന്ന് ചി 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 എന്ന് കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേട്ടു. അമ്മ പക്ഷിക്കൊപ്പം 2 കുഞ്ഞുവാവകളും അവിടെ വിരിഞ്ഞിറങ്ങിയിരുന്നു കേട്ടോ. അച്ഛൻ കൊണ്ടുവന്ന മാമ്പഴം കുഞ്ഞുങ്ങൾ കൊത്തി കൊത്തി കഴിച്ചു. അവർക്ക് ഒരുപാട് സന്തോഷായി. കുറെ ദിവസങ്ങൾ കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ വലുതായപ്പോ അച്ഛനും അമ്മയും കുഞ്ഞുങ്ങളും കൂടി ആകാശത്ത് വട്ടമിട്ട് പറന്നു. അച്ഛൻ കാണിച്ചു തന്ന ആ വലിയ കാട് കണ്ട് കുഞ്ഞുങ്ങൾ അത്ഭുതപ്പെട്ടു. അന്ന് അച്ഛൻ മാമ്പഴം നൽകിയില്ലായിരുന്നെങ്കിൽ ഈ കുഞ്ഞുങ്ങള് കാടും ആകാശവും ഒക്കെ കാണുമായിരുന്നോ? നമ്മൾ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും ഫലം ഉണ്ടാവും കൂട്ടുകാരെ. നമുക്ക് കിട്ടുന്ന നല്ല കാര്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോഴാണ് ശരിക്കുള്ള സന്തോഷം കിട്ടുന്നതല്ലേ? കഥ ഇഷ്ടായോ? എന്നാൽ ലൈക്ക് ചെയ്തേ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ഐക്കണും കൂടെ പ്രസ് ചെയ്തോളൂ.